ക്രിസ്മസ് ഹാപ്പി ഫീസ്റ്റ്. അതെ, അധികം ലേറ്റ് ആക്കണ്ട. ഇന്നലെ ബാക്കി വെച്ച കഥ ഇങ്ങോട്ട് വേഗം പോന്നോട്ടെ. പറയാം. ഞാനിപ്പോ ഈ ചുവപ്പ് കുപ്പായൊക്കെ ഇട്ടിട്ട് ഈ റെയിൻഡിയറിനെ ഓടിച്ച് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഹോളിവുഡ് താരാന്ന്. സത്യം പറയട്ടെ, ഞാൻ പണ്ട് വേറെ ലെവലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു സ്പാർക്ക് കിട്ടി. എന്തിനീ പണമൊക്കെ വെറുതെ വെക്കണേ? ഞാനൊരു വേദനിക്കുന്ന പാവം കോടീശ്വരൻ. ഞാൻ ഈ സ്വത്തൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? അത് സീക്രട്ട് ആയിരിക്കണം, ആരും അറിയരുത്. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ ഒരു ദിവസം ഒരു പാവം വീട്ടിലെ അപ്പച്ചൻ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. 3 പെൺമക്കള്, കല്യാണം കഴിക്കാനോ ജീവിക്കാനോ ഒരു ഗതിയുമില്ല. അയ്യോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? രാത്രി ഒളിച്ചിട്ട് ആരും കാണാതെ അവരുടെ ജനാലയെ കൂടെ സ്വർണ്ണ നാണയങ്ങൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അതെ, ഈ സോക്സിന്റെ പരിപാടി തുടങ്ങി കൂടി പറയട്ടാ. ഒന്ന് പറയട്ടെ എൻ്റെ സ്റ്റാർ മോളെ, തോക്കില് എറി വെടിവെക്കല്ലേന്ന്. ഞാൻ ആ സ്വർണ്ണ നാണയം എറിഞ്ഞു കൊടുത്തില്ലേ, അതെവിടെ ചെന്ന് വീണേന്നറിയോ മക്കളെ? അവർ അലക്കി ഉണക്കാനിട്ടിരിക്കണ്ടെന്ന ആ ദുർഗന്ധം പിടിച്ച സോക്സിൻ്റെ ഉള്ളില്. അന്ന് മുതലാണ് ഈ ക്രിസ്മസിന് സോക്സ് തൂക്കിയിടുന്ന പരിപാടി വന്നത്. സംഗതി വമ്പ ഹിറ്റായാലേ, വമ്പ ഹിറ്റ്. പക്ഷെ സത്യം പറയട്ടെ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സമ്മാനം അത് ഞാൻ തരണ സമ്മാനം ഒന്നല്ല കേട്ടോ, അത് ഈശോ തന്നെയാട്ടാ. അപ്പോ ഇന്നത്തെ സുഹൃതജപം: എന്റെ ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാരിദ്ര്യം മൂലം ക്ലേശിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് 20 തൃത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്മസ് നമ്മൾ പൊളിക്കല്ലേ? പൊളിക്കും.